CPM-നെതിരെ രൂക്ഷ വിമർശനവുമായി നിയുക്ത അമ്പലപ്പുഴ MLA ജി സുധാകരൻ. തന്നെ 2 വർഷം മുൻപ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതായിരുന്നുവെന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അഭിപ്രായം പറഞ്ഞവരും സ്ഥാനമോഹികളുമാണ് പാർട്ടിയെ നശിപ്പിക്കുന്നതെന്ന് സുധാകരൻ ആലപ്പുഴയിൽ പറഞ്ഞു. CPM-കാർ നന്നാകുന്ന ലക്ഷണമില്ലെന്നും സാധാരണ കഷായം കൊണ്ട് അവർ നന്നാകില്ലെന്നും എങ്ങനെ നന്നാക്കണമെന്ന് പറയേണ്ട കാര്യം ഇനി തനിക്കില്ലെന്നും നിയുക്ത അമ്പലപ്പുഴ MLA ജി സുധാകരൻ പറഞ്ഞു. തന്നെ 2 വർഷം മുമ്പ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതായിരുന്നുവെന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അഭിപ്രായം പറഞ്ഞവരും സ്ഥാനമോഹികളുമാണ് പാർട്ടിയെ നശിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ എനിക്ക് ചെയ്യാവുന്ന സേവനമെല്ലാം 63 വർഷം ചെയ്തു. അങ്ങനെ അവിടെ സേവനം നടത്താൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ്. 4 നൂറ്റാണ്ട് മുമ്പ് മരിച്ചുപോയ എൻ്റെ അച്ഛനെ വരെ ചീത്ത വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ കോടീശ്വരരുടെ ആൾക്കാർ. കോടീശ്വരൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ. മനസ്സിലായോ? ഒന്നും നിങ്ങൾക്കാർക്കും മനസ്സിലായിട്ടില്ല ഇതുവരെ. നിങ്ങൾ ഏതെങ്കിലും മാധ്യമപ്രവർത്തനം അത് കണ്ടുപിടിച്ച് എഴുതിയോ? ഇല്ലല്ലോ. ചാരുമുട്ടെന്നുള്ള എഴുതിയില്ലല്ലോ. ചാരുമുട്ടിലുള്ളവർക്കറിയാമല്ലോ ഭുവനേശ്വരൻ്റെ അനിയനാണെന്ന്. ഭുവനേശ്വരൻ രക്തസാക്ഷിയായത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. ഇവർക്കൊല്ലം അറിയാം. കേസുകാരാണ് കൊന്നതെന്നുള്ളത് ശരിയാണ്. പക്ഷെ കൊല്ലാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതാരാ? ക്ലാസ് മുറിയിൽ കണ്ണിൽ ചങ്ങല കൊണ്ട് അടിച്ചു കെട്ട് അധ്യാപകരുടെ ക്ലാസ് മുറിയിൽ കരഞ്ഞുകൊണ്ടിരുന്ന അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന SFIക്കാരല്ലേ. അവർ ജനലിന് വേണ്ടി രക്ഷപ്പെട്ടൊക്കെ പോയില്ലേ? അവരെ അവിടെ എത്തിയിട്ട് പുറകെ വന്നു മറ്റവർ. ഇവരെയാണ് കണ്ടത്. മനസ്സിലായോ? തനിക്ക് ചെയ്യാവുന്ന സേവനമൊക്കെ 61 വർഷം കൊണ്ട് ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗത്തെ കൊണ്ട് തൻ്റെ അച്ഛനെ വരെ ചീത്ത വിളിപ്പിച്ചു. സ്വന്തം അച്ഛനെ ബഹുമാനിക്കുന്ന ആരും പിന്നെ പാർട്ടിയിൽ നിൽക്കില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. പാർട്ടിക്കെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും സ്ഥാനമോഹികൾക്കെതിരെയാണ് താൻ പറഞ്ഞതെന്നും അവരെ നന്നാക്കാൻ എളുപ്പമല്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനിച്ചതായി ഞാൻ പത്രങ്ങളിൽ വായിച്ചത്. ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് പോയതിന് കാരണം ഇതിനകത്തുള്ള ചില ആൾക്കാരാണ്. രണ്ടാമത് അദ്ദേഹം പോകാതെ കൂടെ നിർത്തണമായിരുന്നു. ഇത്രയധികം സീറ്റ് നഷ്ടപ്പെട്ടത് അദ്ദേഹം പോയതുകൊണ്ടാണ്. ആ കൂട്ടത്തിൽ ആരോ ഒരാൾ പറഞ്ഞു നേരത്തെ കളയേണ്ടതായിരുന്നു. അത് ശരിയാ. ഞങ്ങൾ പാർട്ടി പോലും ചേർക്കാൻ പാടില്ലായിരുന്നു. കളയേണ്ടതല്ല, പാർട്ടി പോലും ചേർക്കാൻ പാടില്ലായിരുന്നു. മൂട്ടിക്കുകയും കക്കുകയും വെള്ളമടിക്കുകയും ചെയ്തവർ മാത്രം മതി. മതിയല്ലോ. അങ്ങനെയുള്ള സെക്രട്ടേറിയറ്റ് മെമ്പറായിരിക്കും പറഞ്ഞത്. ആരാന്ന് എനിക്കറിയത്തില്ല. ആരായാലും ഒരാളെ മുൻകാല പ്രാബല്യത്തോടെ പുറത്താക്കാൻ പറ്റുമോ? മുൻകാല പ്രാബല്യത്തോടെ ആരെങ്കിലും ഏതെങ്കിലും പാർട്ടിയിൽ പുറത്താക്കാൻ പറ്റുമോ? വല്ല വിവരമുണ്ടോ? ഒരു തെറ്റ് ചെയ്താലല്ലേ പുറത്താക്കാൻ പറ്റൂ.